പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം പുതിയ നിയമത്തിൻ്റെ പഠനമാണ്. പഴയ നിയമമുള്ള അബ്രഹാത്തിനെ വിളിക്കുന്ന ആദ്യത്തെ ആ വിളിയുടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. അബ്രഹാമിനെ അവിടെ നിർത്തിയിരിക്കുകയാണ്. ആദ്യത്തെ വിളി പിന്നെ കുറച്ച് വർഷത്തേക്ക്, അല്പവർഷത്തേക്ക്, 5-6 വർഷത്തേക്ക് കർത്താവ് അബ്രഹാമായിട്ട് സംസാരിച്ചില്ല. അത് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ദൈവത്തോടുകൂടി ചേർന്ന് നടക്കുന്നതിന്, ജീവിക്കുന്നതിനുള്ള കുറച്ച് അറ്റാച്ച്മെൻറ്റ്, കുടുംബ ബന്ധങ്ങൾ കൂടുതലായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് സംസാരിക്കാൻ കർത്താവിന് പറ്റില്ല. കാരണം കർത്താവിനെ കൂടുതലായിട്ട് കേൾക്കാനും അറിയാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും ആവശ്യത്തിന് കിട്ടത്തില്ല. കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും സമയം മുഴുവനും കർത്താവിന് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അബ്രഹാമിൻ്റെ പിതാവ് തേര മരിക്കുന്നിടം വരെയും പിന്നെ കർത്താവുമായിട്ട് ബന്ധമില്ലാതെ അവിടെ സാധാരണ പോലെ ജീവിക്കേണ്ടി വന്നു. അതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇനി ഇവിടെ നമ്മൾ പുതിയ നിയമമാണ്. ആഴ്ചയിൽ അങ്ങനെ ആയിരിക്കും എടുക്കുന്നത്. കാരണം ഇതും തീരണം. ഇതൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ന് ചില കാലഘട്ടത്തിൽ ഞാൻ എടുക്കാൻ കാരണം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, യേശുവിനെ പറ്റിയുള്ള പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒക്കെ ചില സംശയങ്ങളൊക്കെ പറയും. ചിലയിടത്തൊക്കെ ഉണ്ട്. ചിലർക്കൊക്കെ അങ്ങനെ ചില ഈ മാധ്യമങ്ങളിലൊക്കെ, സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ചിലതൊക്കെ കാണും. വെറും വിഡ്ഢിത്തങ്ങളും അബദ്ധങ്ങളും ഒക്കെ. വിഡ്ഢിത്തങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കോമൺ സെൻസ് ഉള്ളവർക്കാർക്കും പറയാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ചിലതൊക്കെ പറയുന്നത്. അപ്പം ഞാനിത് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് ഞാൻ കരുതി. കാരണം ക്രിസ്തുവിൻ്റെ ജനനം മുതൽ അവസാനം വരെയുള്ള ഭാഗമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തത്. ഒന്ന്, പിന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിലെല്ലാം ഒരു പച്ചയായ മനുഷ്യനെയാണ് യേശുവിലൂടെ അവിടുന്ന് അവതരിപ്പിക്കുന്നത്. യേശു എന്നത് ഒരു പച്ചയായ മനുഷ്യനാണ് എന്നുള്ളതാണ് തൻ്റെ ഈ സുവിശേഷ രചനയിലൂടെ അവിടുന്ന് ലൂക്ക അവതരിപ്പിക്കുന്നത്. മറ്റുള്ളവരെക്കാളുമുള്ള ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരംഭിക്കാം. ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ഒരു ആമുഖമായിട്ട് തന്നെ ഒരു 3 എപ്പിസോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ മിക്കവാറും എല്ലാ സുവിശേഷത്തെപ്പറ്റി ജനറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് കൂടുതൽ ഞാൻ അതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും വിവരിക്കേണ്ടി വരുന്നില്ല എന്നാണ് കരുതുന്നത്. അതിൻ്റെ ആവശ്യമില്ല. സംശയമുള്ളവർ അതൊക്കെ നോക്കേണ്ടതാണ്. നോക്കിയാൽ അവർക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഒന്നുകൂടെ ചില കാര്യങ്ങൾ പറയാം. ഈ ലൂക്കായുടെ സുവിശേഷം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നതാണ്. 1-2 വാക്യങ്ങൾ പറയാം. അത് ലൂക്കായുടെ സുവിശേഷം മാത്രമല്ല, 2 വാള്യം ആണ്. 2 വാള്യം. അത് 1 സുവിശേഷം, 2 സഭയുടെ ആരംഭവും അവിടുത്തെ അതിൻ്റെ വളർച്ചയും പ്രവർത്തനങ്ങൾ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്നുള്ള പേരിൽ രണ്ടാമതൊരു രചന. അപ്പോൾ ലൂക്കായുടെ രചന തന്നെ പുതിയ നിയമത്തിൻ്റെ 1/3 ഭാഗവും ലൂക്കായുടേതാണ്. എല്ലാവരുടെയും കൂടെ അതിൻ്റെ ബാക്കിയേ ഉള്ളൂ. 1/2 ഭാഗമേ ഉള്ളൂ എല്ലാവരുടെയും കൂടെ ചേരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വളരെ ബൃഹത്തായ ഒരു കാര്യം മറ്റുള്ളവരെ അപേക്ഷിച്ച്. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞു, 206 വിഷയങ്ങൾ അദ്ദേഹം ഇതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ അപേക്ഷിച്ചുള്ളൊരു വലിയൊരു പ്രത്യേകതയാണ് മറ്റു സുവിശേഷകരെ അപേക്ഷിച്ച്. അതും 1150 വാക്യങ്ങളിലൂടെയാണ് 206 വിഷയങ്ങൾ. ഇനിയും സ്വന്തമായിട്ട് ഈ സമാന്തര സുവിശേഷം എന്ന് പറഞ്ഞ് ലൂക്കായുടെ ഇതിൽ മാറ്റുമ്പോൾ അത് പല ദൈവശാസ്ത്രത്തിലും പലരുമൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനല്ല, അത് ശരിയല്ല എന്ന്. കാരണം അത് സമാന്തരമായിട്ടുള്ളതായി വരുന്നില്ല. അത്യാവശ്യത്തിന് തൻ്റെ രചനയിൽ ആവശ്യമുള്ളത് അവിടുന്ന് എടുക്കുന്നു, ബാക്കിയുള്ളതൊക്കെ തള്ളിക്കളയുന്നു. പുതിയതായിട്ട് അദ്ദേഹത്തിന് 550 വാക്യങ്ങൾ സുവിശേഷത്തിൽ മാത്രം.
550 വാക്യങ്ങൾ. മറ്റാരിലും ഇല്ലാത്തൊരു പ്രത്യേകത, സ്വന്തമായിട്ടുള്ള രചന. 1150 550 വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും അത് സ്വന്തമായിട്ടുള്ള വിഷയങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം അറിവിലുള്ള, അദ്ദേഹം ശേഖരിച്ച അറിവുകളുള്ളതാണ്, മറ്റുള്ളവരിലില്ല. അപ്പം പിന്നെ സമാന്തരം എന്ന് പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ലെന്ന് നമ്മൾ മറ്റ് ചില ശാസ്ത്ര പണ്ഡിതർ പറയുന്നത് ചിലതൊക്കെ ശരിയാണെന്ന് തന്നെ നമുക്കും വിശ്വസിക്കാം. അപ്പം ഞാനും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് അദ്ദേഹത്തെ മത്തായിക്ക് ഉണ്ട് സ്വന്തമായിട്ടുള്ള വാക്യങ്ങൾ 330 വാക്യങ്ങളേ ഉള്ളൂ. അത് സമാന്തര സുവിശേഷത്തിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കൂട്ടാം എന്നേ ഉള്ളൂ. അപ്പം സുവിശേഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൽ, അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു, ദേവാലയത്തിലാണ് തുടങ്ങുന്നത്. തുടക്കം തന്നെ ദേവാലയമാണ്, 1-ാം അധ്യായം. അവസാനിക്കുന്നത് ദേവാലയത്തിൻ്റെ കാര്യത്തിലാണ് അവസാനിക്കുന്നത്, ദേവാലയമായിട്ട് ചുറ്റിപ്പറ്റിയാണ്. പിന്നെ നിവേശിതമായി പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ. യേശുവിനെ, സ്നാപകയോഹന്നാനെ, യേശുവിനെ, ശിഷ്യന്മാരെ എല്ലാവരെയും പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്, മറ്റൊരു ശക്തിയല്ല എന്നുള്ളത്. സ്വന്തം ശക്തികളൊന്നുമല്ല ആരുടെയും. അതും പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവാണ് നയിക്കുന്നത്. അതുകൊണ്ട് അതിൽ തെറ്റുകളൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സാധ്യതയില്ലെന്നല്ല, ഇല്ല. പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റുകയില്ല, ദൈവത്തിൻ്റെ ആത്മാവിന്. പിന്നെ ലൂക്കയുടെ ഒറിജിൻ ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ റൂട്ടൊക്കെ പറഞ്ഞിരുന്നു, വർഗവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പം പിന്നെ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് അദ്ദേഹം ഇതെഴുതിയത്. ഏറ്റവും ക്രൂരമായി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച, നീറോയേക്കാളും കുറച്ചുകൂടെ കഠിനമായിട്ടാണ് ഡൊമീഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത്, റോമൻ ചക്രവർത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇത് എഴുതിയത്. അപ്പോഴാണ് അദ്ദേഹം എഴുതിയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നതാണെങ്കിൽ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. ഇത്ര ക്രൂരനായ മനുഷ്യൻ്റെ കാലത്താണ് അദ്ദേഹം എഴുതിയത്. എന്തുകൊണ്ടും ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും, അന്ന് റോമൻ എന്നാണ് അദ്ദേഹം പറയുന്നത്, റോമൻ വേൾഡിനെ എന്ന് പറയാൻ ലോകത്തിൻ്റെ അന്ന് അറിയപ്പെടുന്ന രാജ്യങ്ങളുടെ 80% റോമൻ സാമ്രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള റോമൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളൊക്കെ മനസ്സിലാക്കാവുന്ന ലോകം മുഴുവനും എന്തുകൊണ്ടും സ്വീകാര്യമായ ഒരൊറ്റ മതമാണ് ക്രിസ്തു മതം എന്നാണ് അദ്ദേഹം ഇവിടെ സമർത്ഥിക്കുന്നത്. കാരണം സാംസ്കാരികപരമായിട്ടായാലും ഏതൊരു രാജ്യത്തിനും പൗരസ്ത്യമെന്നും പാശ്ചാത്യമെന്നും പൂർവമെന്നും പശ്ചിമമെന്നും ഒന്നും അതിന് ഒരു വ്യത്യാസമില്ല. എല്ലാം ഏതാണ് ഒരുപോലെ, എല്ലാ കാലഘട്ടത്തിനും എല്ലാം ഒരുപോലെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളുമാണ് അദ്ദേഹം ചേർത്ത്, യേശുവിൻ്റെ കാര്യങ്ങളെല്ലാം ചേർത്ത് ഇവിടെ സമർത്ഥിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സ്വീകാര്യമായ ഒരു മതം, സർവ്വസ്വതന്ത്രമായിട്ട് എല്ലാവർക്കും തന്നെയുള്ള ഒരു മതം, അവരവർ ജീവിക്കുന്ന ആ രാജ്യത്തെയും ആ അധികാരികളെയും ഏറ്റവും അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതുമായാണ് ഒരു മതം. ക്രിസ്തുവിൻ്റെ ഉപദേശം ആണ്. അതേപോലെ അദ്ദേഹം ഇവിടെ പകർത്തി കാണിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിൻ്റെ ഏറ്റവും സ്വീകാര്യമായ മതമാണ്. മറ്റുള്ളൊരു മതത്തിലും അങ്ങനെയുള്ളൊരു കാര്യം കാണുന്നില്ല. അതാണ് അദ്ദേഹം ഇവിടെ സമർത്ഥിക്കുന്നത്. ഇത്രയും വലിയ ക്രൂരത ക്രിസ്ത്യാനികളോടെ, യേശുവിൻ്റെ മാർഗത്തോടെ അത് കാണിക്കുന്ന ക്രൂരത ചെയ്ത ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത്. അപ്പോൾ അതിൻ്റെ സുവിശേഷകൻ്റെ ഈ സുവിശേഷത്തിൻ്റെ 3 ഘട്ടമായിട്ട് നമുക്ക് പറയാം. ഒന്ന്, സ്നാപകൻ വരെ ഉള്ളതാണ് യേശുവിൻ്റെ ചരിത്രം പറയുന്നത്, യോഹന്നാൻ സ്നാപകൻ്റെ വരെ 1. പിന്നെ കാലഘട്ടം, യേശുവിൻ്റെ കാലഘട്ടം 2ാമത് ആയിട്ടുള്ളത് യേശുവിൻ്റെ കാലഘട്ടം, ജീവിത കാലഘട്ടം. 3, ഉത്ഥാനം മുതൽ, മരിച്ചടക്കപ്പെട്ടത് 2ാമത്തെ കാലഘട്ടം യേശുവിൻ്റെ. ഇനി അടുത്തത് 3ാമത് ആ മനുഷ്യനായി യേശു ഉയർത്തെഴുന്നേൽക്കുന്ന ഉത്ഥാനം, അത് മുതൽ അത് പിന്നെ ദൈവമായിട്ട് തന്നെയാണ്. അവിടെ മനുഷ്യനല്ല, ദൈവമായിട്ട് തന്നെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്.
അത് രക്ഷയുടെ കാലഘട്ടം, പിന്നെ അങ്ങോട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളും എല്ലാം തന്നെ രക്ഷയുടെ കാലഘട്ടമാണ്. സഭയുടെ, ക്രിസ്തീയ സഭയുടെ കാലഘട്ടമാണ്. ഗ്രീക്കിൽ സൊത്തേരിയ എന്ന് പറയും. സൊത്തേരിയ, അത് സാൽവേഷൻ ആണ് അതിൻ്റെ അർത്ഥം. ആ കാലഘട്ടം ഇങ്ങനെ ഉള്ളതാണ്. അദ്ദേഹം അതിന് ഈ സുവിശേഷം നമുക്ക് 3 കാലഘട്ടമായിട്ട് ഇതെടുക്കാം. അപ്പോൾ യേശുവിനെ ഇവിടെ അവതരിപ്പിക്കുന്നത് വളരെ ശാന്തമായിട്ട് രക്ഷാകര പദ്ധതി, പിന്നെ നിയമപൂർത്തീകരണത്തിലൂടെ അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു മികച്ച പ്രീച്ചർ എന്ന് പറഞ്ഞാൽ പ്രബോധകൻ, അധ്യാപകൻ ആയിട്ടാണ് ലൂക്ക ഇവിടെ യേശുവിനെ അവതരിപ്പിക്കുന്നത്. ഒരു അധ്യാപകനായിട്ടാണ് മതത്തിൻ്റെ. അപ്പം അങ്ങനെ തീർത്തും അദ്ദേഹം പച്ചയായ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത്. അതായത് അദ്ദേഹത്തിന് ആ മാനുഷിക ഭാവം, അദ്ദേഹത്തിന് ദൈവഭാവമുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ചാണ് ചേരുന്നത് യേശുവിൽ. രണ്ടും പ്രത്യേകമല്ല. ദൈവിക ഭാവവും മനുഷ്യഭാവവും ഒന്നിച്ച് ചേർന്നതാണ് യേശു എന്ന് പറയുന്ന ആ വ്യക്തി. അപ്പോൾ അതിൽ ആ പച്ചയായ മനുഷ്യൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ജീവിച്ചതും എല്ലാം അനുഭവിച്ചതും എല്ലാം തന്നെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പഠനങ്ങളും കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്ത ജീവിത സംഭവങ്ങളും എല്ലാം. അങ്ങനെ യേശു ഒരു പച്ചയായ മനുഷ്യനും കൂടി ആയിരുന്നു, ദൈവമായിട്ട് മാത്രമല്ല എന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്ത് ഈ ബൈബിളിലെ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്ത് പഠിക്കുക. മറ്റുള്ളത് പുസ്തകങ്ങൾ ഇതുവരെ പഠിച്ചതുപോലെ. അപ്പോൾ ഒന്ന് പറയുന്നത് 1-ാം അധ്യായം, നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ളത് അനുസരിച്ച് തന്നെയാണ്. അപ്പോൾ നേരത്തെ സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട്. മർക്കോസിൻ്റെ ഉണ്ട്, മത്തായിയുടെ ഉണ്ട്. അതിന് ശേഷമാണ് ലൂക്കായുടെ വരുന്നത്. അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. നമുക്ക് മുൻപ് പലരും എഴുതിയിട്ടുണ്ട്. അതിന് മുൻപ് ശിഷ്യന്മാർ വേറെ പലരും ഈ ഔദ്യോഗിക ഈ സുവിശേഷങ്ങളല്ലാതെ തന്നെ അതാത് സ്ഥലത്ത് തങ്ങൾ സ്ഥാപിച്ച ക്രിസ്തീയ സമൂഹങ്ങൾക്ക് അദ്ദേഹം ഓരോരുത്തരും എഴുതിയിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ അവരെ പ്രബോധിപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് പഠിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടി എഴുതിയിരുന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞ അനേകം പേര് അന്നത്തെ ലോകത്ത് അന്നത്തെ കാലഘട്ടത്തിൽ നിറവേറിയ കാര്യങ്ങൾ, യേശു എന്ന ആ മനുഷ്യൻ്റെ വ്യക്തിയുടെ ജീവിതവും ജനനം ജീവിതം എല്ലാം ഉള്ള ആ കാലഘട്ടത്തിൽ പലരും ആ സംഭവങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്, എഴുതാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ ദൃക്സാക്ഷികളായിട്ടിരുന്ന ആ കാലഘട്ടത്തിൽ ശിഷ്യൻ അപ്പസ്തോലന്മാർ, അതായത് 12 പേരായിട്ടുള്ള സ്ലീഹന്മാർ എന്ന് പറയാം. ബാക്കി ശിഷ്യർ, അന്ന് തന്നെ ഉണ്ടായിരുന്ന വിശ്വാസികൾ, അങ്ങനെ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചിരുന്നവരെല്ലാവരും തന്നെ ജനങ്ങളും അവരെല്ലാവരുടെയും ഇന്നും കാര്യങ്ങൾ ശേഖരിച്ചാണ് എല്ലാവരും എഴുതിയിരിക്കുന്നത്. അവർക്കറിയാവുന്നതിൻ്റെ കൂടെ ലൂക്കായും അങ്ങനെ തന്നെയാണ്. അപ്പം ആരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം എഴുത്തുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. ക്രമമായിട്ട് എഴുതണം. അപ്പോൾ ഇവരൊക്കെ എഴുതിയിരുന്നത് ആ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോഴറിയാം അതാത് സംഭവങ്ങൾ അപ്പോഴപ്പോഴുള്ള ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടിയ കാര്യങ്ങളാണ് യേശുവിൽ നിന്നെടുത്തത്. ആ യേശുവിൻ്റെ എല്ലാ പ്രബോധനങ്ങളും വേണമെങ്കിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നുണ്ട്. ലോകം മുഴുവൻ തന്നെ, ഭൂമി മുഴുവൻ നിരത്തി വെച്ചാലും ആ പുസ്തകങ്ങൾ തീരത്തില്ല, അത്രത്തോളം എഴുതാനുണ്ട്. അപ്പോൾ എല്ലാം ഇല്ല, വളരെ ചുരുക്കമായ ചില കാര്യങ്ങൾ, അപ്പോഴത്തെ വിശ്വാസത്തിന് വേണ്ടി ഉപോദ്ബലകമായ ചില കാര്യങ്ങൾ ആണ് എല്ലാവരും എഴുതിയിട്ടുള്ളത്. അതാണ് ലൂക്കായും പറയുന്നത്. അപ്പോൾ അതെല്ലാം ഇനി അത് അപ്പോഴപ്പോഴും പല സംഭവങ്ങളാണ്, പലതിനും തുടർച്ചയില്ല. അത് വായിക്കുമ്പോൾ നമുക്കറിയാം ഒരു കണ്ടിന്യൂവേഷൻ പല അധ്യായങ്ങളും തമ്മിലില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാം പരിശോധിച്ചതിന് ശേഷം ക്രമമായിട്ട് എഴുതാനാണ് ഇവിടെ പോകുന്നത്. കാരണം ലൂക്കായുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു ചിത്രകാരനാണ്, നല്ലൊരു ഡോക്ടറാണ്, പിന്നെ ഒരു എഴുത്തുകാരനുമാണ്. അപ്പോൾ ചരിത്രകാരൻ, നല്ലൊരു എഴുത്തുകാരനാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ക്രമം, ചിട്ട, അടുക്ക്
അതിൻ്റെ രചനകളിലെല്ലാം ഉണ്ട്. അങ്ങനെ എഴുതണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനുമാണ്. ആർക്കാണ് ഇത് എഴുതിയിരിക്കുന്നത്? അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലസ്. അപ്പോൾ ഞാൻ തെയോഫിലസിനെ പറ്റി നേരത്തെ പറഞ്ഞു. അത് പലരും പല വിധത്തിലാണ് തെയോഫിലസിനെ പറ്റിയുള്ള ചരിത്രം പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാനതിൽ വിശ്വസിക്കുന്നു. മറ്റു പലരും, കാരണം അതൊരു കൃത്യമായിട്ടുള്ള ഒരു വിവരണം തരാൻ ആർക്കും സാധിച്ചിട്ടില്ല ഈ തെയോഫിലസിനെ കുറിച്ച്. തെയോഫിലസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിലനിൽക്കുന്നവൻ, ക്രിസ്തു വിശ്വാസിയെന്നും സ്നേഹം നിലനിൽക്കുന്നവൻ, ക്രിസ്തുവിൻ്റെ സ്നേഹിതൻ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പോൾ അത് ചിലർ പറയുന്നത് അങ്ങനെയുള്ള മനുഷ്യരെയാണെന്നല്ല, അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. അതാണ് ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ, എല്ലാത്തിനെപ്പറ്റി എല്ലാവരുടെ അഭിപ്രായം ചിന്തിച്ചപ്പോൾ ചരിത്രത്തിൽ എനിക്ക് മനസ്സിലായത് ആണ് ഞാൻ ആദ്യം ആമുഖത്തിൽ പറഞ്ഞിരുന്നു. അതിന് വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ ഇനി 5-ാം വാക്യം. ഹെരോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. അഹ്റോൻ്റെ പുത്രിമാരിൽ എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അപ്പം അന്നത്തെ പുരോഹിത വർഗം അബിയായുടെ ഗണത്തിൽ അത് 1 ദിനവൃത്താന്തം 24-ാം അധ്യായം 1 ദിനവൃത്താന്തം 24-ാം അധ്യായം 10, 2 ദിനവൃത്താന്തം 31 അധ്യായം 2, ഇങ്ങനെയൊക്കെയുള്ള ആ ഭാഗങ്ങളൊക്കെ അതിനെപ്പറ്റി കാണാം. അത് വിശദീകരിക്കാറില്ല, ബൈബിൾ വായിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ ഗണം എങ്ങനെയാണ് വന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ അബിയയുടെ ഗണത്തിൽപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു സഖറിയ. അപ്പോൾ സ്നാപക യോഹന്നാൻ്റെ ക്രിസ്തുവിൻ്റെ ഒരു മൂത്ത സഹോദരനായിട്ട് വരും. സഹോദരൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിലർ പിന്നെ ഇപ്പോൾ പലപ്പോഴും പറയുന്നുണ്ട്, പണ്ട് മുതലേ പറയുന്നുണ്ട്. ചില സമൂഹങ്ങൾ, കൂട്ടായ്മക്കാർ പറയുന്നുണ്ട്, ക്രിസ്തുവിന് കന്യാമറിയത്തിൽ ഒരുപാട് മക്കളുണ്ടായിരുന്നു, ഒരുപാട് സഹോദരങ്ങളുണ്ട് എല്ലാം പറയുന്നത്. സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്ക് അവരുടെ തെറ്റിദ്ധാരണ അറിഞ്ഞുകൂടാ. നമ്മൾ ഇന്നത്തെ കാലത്തും ചേട്ടാനിയൻ മക്കളിലും ചേട്ടത്തി അനിയത്തി മക്കളിലും ഒക്കെ സഹോദരങ്ങളാണ്, സഹോദരങ്ങളെന്ന് പറയും. അമ്മാച്ചന്മാരുടെ മക്കൾ അല്ലേ, അമ്മാവന്മാർ മക്കൾ, അവരെല്ലാം സഹോദരങ്ങളായിട്ടാണ്. വേറെ ബന്ധം നമ്മളെ വിളിക്കുന്നത് സഹോദരൻ എന്നുള്ള വിധത്തിലാണ് വിളിക്കുന്നത്. അത് മനസ്സിലാക്കാതെ കത്തോലിക്ക സഭയോടുള്ള വിരോധവും അമർഷവും ഇതെല്ലാം കാണിക്കുന്നതിൽ ഇപ്പോൾ ഉണ്ടായവർ പൊട്ടിപ്പുറപ്പെട്ടത്, ആഴ്ച തോറും ഓരോ കൂട്ടായ്മ ഉണ്ടാകുന്നവർ പുതുതായിട്ട് പൊട്ടിമുളയ്ക്കുക, എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ഉണ്ടാകുക ഓരോന്നും. അങ്ങനെ ഉണ്ടായ ഒരു കൂട്ടർ 10-250 വർഷം കൊണ്ട് ഒരുത്തരുണ്ട്. അതിൻ്റെ ആ പിന്തുടർച്ചക്കാരാണ് ഇപ്പോഴുള്ളവർ. അവർ പറയും അതിൽ തന്നെ നിലനിൽക്കുന്നില്ല. ഉണ്ടായ 1-ൽ നിലനിൽക്കട്ടെ, അല്ലെ 10-ൽ നിലനിൽക്കട്ടെ, ഇല്ല 45,000-ഓളമൊക്കെ ആയെന്നാണ് ഒരു കണക്ക് പറയുന്നത്. ഇപ്പോഴും അത് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ തന്നെ ഛിദ്രതയാണ്, ഛിദ്രവാസനയാണ്. കാരണം അത് കാരണം എന്താ, ദൈവത്തിൻ്റെ അല്ല, സാത്താൻ്റെ വകയാണ്. ദൈവരാജ്യത്തിനെതിരായിട്ട് എപ്പോഴും സാത്താൻ്റെ ബലം ഉണ്ടായിരിക്കും. സാത്താൻ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതിന് ഉപകരണങ്ങളായിട്ട് പലരെയും തിരഞ്ഞെടുക്കും. അതാണ് ഈ കൂട്ടർ. അതിന് ഞാൻ പറയുന്നത്, എന്നോട് വ്യക്തിപരമായിട്ട് ആരും വിരോധിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഉള്ള കാര്യം പറയുന്നു, ബൈബിൾ സംബന്ധമായിട്ട് പഠിച്ചിട്ട് കാര്യം പറയുന്നു. ബൈബിളിനെ പറ്റി വ്യാജം പഠിപ്പിക്കരുത്. ബൈബിൾ മാറ്റി എഴുതിയിട്ടൊന്നും വ്യാജം പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. തെറ്റ് തന്നെയാണ്. ഇത്രയും വർഷക്കാലം ആദ്യം മുതൽ ഉണ്ടായിരുന്ന ബൈബിള് ഇനി മാറ്റി എഴുതിയിട്ട് കാര്യമില്ല. അന്ന് എല്ലാവരും അംഗീകരിച്ച് 1600 വരെ എല്ലാവരും അതുവരെ ഒന്നേ ഉള്ള അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കത്തോലിക്ക സഭയിൽ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. മാറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ കൂട്ടർ മാറ്റിയെടുത്തതെന്ന്. ഇനിയും അറിവില്ലാതെ വ്യാജം പഠിച്ചിട്ട് അവർ പഠിപ്പിച്ച് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് സാധുക്കളെ വലച്ച് ഇട്ടിരിക്കുന്നവർ ഇതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ ഇനി അധികം വർത്തമാനം പറയരുത്. ഞാൻ പേരെടുത്ത് പലരെയും പറയേണ്ടുന്നതാണ്. കാരണം അവർ പേരെടുത്ത് ഓരോരുത്തരെയും കത്തോലിക്ക സഭയിലെ ശ്രേഷ്ഠരെയൊക്കെ പറയുകയാണ്.
അപ്പോൾ പിന്നെ പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ്. ഇതൊന്നും അറിയാൻ വയ്യാത്തതുപോലെ. വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ഡബിൾ MAയും ദൈവശാസ്ത്രത്തിൽ PGയും ഒക്കെ ഉള്ളവരൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കള്ളം പറയാനും വ്യാജം പറയാൻ ചില ചില രാഷ്ട്രീയ പാർട്ടികൾ അവരെപ്പോലെ വ്യാജമല്ല വേറൊന്നും പറയത്തില്ല. അത് മാത്രം പഠിപ്പിച്ച് അത് മാത്രം വിശ്വസിച്ച് 1000 തവണ ജീവകാലം മുഴുവനും പറഞ്ഞാൽ അത് സത്യമാകും എന്നുള്ള വിചാരമാണ് ഒരു വ്യാജം. അവരുടെ കൂട്ട്, ഞാൻ പറഞ്ഞ കൂട്ടരുടെ കൂട്ട്, അങ്ങനെയാണ് അവരിത് പ്രചരിപ്പിക്കുന്നത്. അതും ദൈവത്തിൻ്റെ വചനം, ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കൊണ്ട്, വചനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു എന്നിട്ട് പറയുന്നു. അപ്പോൾ സാരമില്ല. ഞാൻ നേരത്തെ പറഞ്ഞുള്ളതുപോലെ ക്രിസ്തുവിനെയല്ലേ പ്രസംഗിക്കുന്നത്, ക്രിസ്തുവിനെയല്ലേ അറിയിക്കുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്ത് അമർഷവും പകയും വിദ്വേഷവും കൊണ്ടാണെങ്കിലും ക്രിസ്തുവിനെ മറ്റുള്ളവരറിയാനിടയാകുന്നല്ലോ, അതിൽ സന്തോഷം. പക്ഷേ ഒന്ന് കാര്യം ഞാൻ ലൂക്ക 23:13 നിങ്ങൾ സ്വഗ്രാഹ്യത്തിൽ പ്രവേശിക്കുകയില്ല, മറ്റുള്ളവരെ പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല, ആ കൂട്ടരാണ് നിങ്ങളെന്നുള്ളത് എപ്പോഴും ഓർമ്മ വേണം. എന്നെങ്കിലും തിരിച്ചറിഞ്ഞ് തിരിച്ചു വരിക. അപ്പോൾ ഹേറോദേസ് എന്ന് പറയുന്നത് BC 36 മുതൽ BC 4 വരെ യഹൂദയ ഭരിച്ചിരുന്ന യഹൂദിയയും ചേർന്ന രാജ്യം ഭരിച്ചിരുന്ന ആളായി സാമന്ത രാജാവായിരുന്നു. പിന്നെ വന്നവർക്കാർക്കും സാമന്ത അവകാശം അധികാരം വന്നിട്ടില്ലായിരുന്നു. അവർ റൂളർ എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരികൾ മാത്രം ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇദ്ദേഹത്തെയാണ് മഹാനായ ഹെറോദേസ് എന്ന് പറയുന്നത്. എന്തുവാ മഹാനായ ഹെറോദേസ് എന്ന് പറയുന്നത്? സാധാരണ നീചകൃത്യങ്ങൾ, ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഇത് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹം പലസ്തീനായാലും ചുറ്റുപാടുമൊക്കെ നടന്നിരുന്നു. അദ്ദേഹത്തിന് അധികാരത്തിലുള്ളത് നടത്തിയിരുന്നു. അതെൻ്റെ ജീവിതകാലം മുഴുവനുള്ള പണമെല്ലാം മനുഷ്യരെ ഞെക്കി പിഴിഞ്ഞ് ശേഖരിച്ച് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. യഹൂദരെ അവസാനം കയ്യിലെടുക്കാൻ വേണ്ടി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുടെ ദേവാലയവും പുതുക്കി പണിഞ്ഞ് ഇങ്ങനെ മോടി പിടിപ്പിച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇതുകൊണ്ടൊക്കെയാണ് ദി ഗ്രേറ്റ് എന്ന് പറയുക. അല്ല, ഗ്രേറ്റായിട്ടുള്ള വേറൊന്നും ചെയ്തിട്ടില്ല. ഗ്രേറ്റായിട്ട് ചെയ്തിട്ടുള്ളതെല്ലാം നിഷ്ഠൂരമായ കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അവർ ദൈവത്തിൻ്റെ മുൻപിൽ, അഹ്റോൻ്റെ പുത്രിമാരിൽ പെട്ട എലിസബത്തായിരുന്നു ഭാര്യ. അവർ ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരും ആയിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സഖറിയായിക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ഈ ധൂപാർച്ചന സമയം എപ്പോഴാണ്? ധൂപാർച്ചന സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണിക്ക്, പിന്നെ വൈകിട്ട്, അതായത് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക്. ഈ 2 സമയത്താണ് ധൂപാർച്ചന നടത്തുന്നത്. അപ്പോൾ ജനങ്ങൾ വെളിയിൽ കാത്തു നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അത് ധൂപാർപ്പണം കഴിഞ്ഞ് ജനങ്ങൾ തങ്ങളെ ആശീർവദിക്കുന്നതിനായി കാത്തു നിൽക്കും. അപ്പോൾ എന്തിനാ ഈ ധൂപാർപ്പണമെല്ലാം കഴിഞ്ഞ്, ആരാധനയും കഴിഞ്ഞ് അവിടുന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് ധൂപാർപ്പണമൊക്കെ കഴിഞ്ഞിട്ട് പുരോഹിതൻ തിരിച്ചു വന്ന് ജനങ്ങളെ ആശീർവദിക്കണം. അതിനുവേണ്ടി സംഖ്യയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യമുണ്ട്. ആശീർവാദം എപ്രകാരമായിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് ജനങ്ങൾ കാത്തു നിൽക്കുന്നത്.
23 മുതൽ 27 വരെ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. അഹ്റോനോടും പുത്രന്മാരോടും പുരോഹിതരോട് പറയുകയാണ്, ലേവ്യരോടും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അനുഗ്രഹിക്കട്ടെ എന്ന വിധമാണ് പുരോഹിതന്മാർ. അതിനാണ് ഇവരെല്ലാം ധൂപാർപ്പണം എല്ലാം കഴിഞ്ഞ് വിശ്വാസികൾ അവിടെ കാത്തു നിൽക്കും. അവർ വളരെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്, യഹോവയെ സ്തുതിച്ചുകൊണ്ട് അവിടെ കാത്തു നിൽക്കും ഈ അനുഗ്രഹം പ്രാപിക്കാൻ. എങ്കിലേ അവർക്ക് മനസ്സമാധാനം വരികയുള്ളൂ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ മുതൽ ഞാൻ അവരെ അനുഗ്രഹിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയം മുഴുവനും. അപ്പോൾ ഈ ധൂപാർപ്പണം എല്ലാം കഴിഞ്ഞ് 3 മണിക്കുള്ള ധൂപാർപ്പണവും കഴിഞ്ഞ് വെളിയിൽ വരണം. വെളിയിൽ പുരോഹിതൻ വെളിയിൽ വന്ന് അവരെ അനുഗ്രഹിക്കണം. ആയിരക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സഖറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സഖറിയ, നീ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കാര്യം അതൊന്ന് വിശദീകരിക്കണം. ധൂപാർപ്പണം ധൂപാർപ്പണം കഴിഞ്ഞ് അവർ കാത്തു നിൽക്കുന്നവർ അവിടെ ഒരുപാട് സമയം ഇങ്ങനെ വൈകുന്നതുകൊണ്ട് അപ്പോൾ അവരവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നത്, ഇപ്പം ദൂതൻ കണ്ട് സഖറിയ ഭയപ്പെടുന്നുണ്ട്. കാരണം അത് സാധാരണ പഴയ നിയമത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. നീ ഭയപ്പെടേണ്ട, എല്ലായിടത്തും പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട. അപ്പോൾ പുതിയ നിയമത്തിലും പറയുന്നുണ്ട്, യേശുവിൻ്റെ കാലത്തും പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് ഭയം വേണ്ട. അതൊരു സാധാരണ സെമിറ്റിക് ശൈലിയിലുള്ള ഒരു വാക്യമാണ്. നിങ്ങൾ അതായത് അത്യപൂർവമായ കാര്യങ്ങൾ, അതായത് സ്വർഗത്തിൽ നിന്നുള്ള ചില വെളിച്ചം കിട്ടുമ്പോൾ അവർ പറയുന്നതാണ്. അത് ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സഖറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു, എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പറയുന്നുണ്ട്, അത് ഭയപ്പെടേണ്ടെന്ന് കാര്യമില്ല. അവനോട് പറഞ്ഞു, സഖറിയ, നീ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. കാരണം ഈ സഖറിയയും എലിസബത്തും ദീർഘനാളായിട്ട് സഖറിയ പുരോഹിതനാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞിന് വേണ്ടി. അവർക്ക് സന്താനങ്ങളില്ലായിരുന്നു, വന്ധ്യയായിരുന്നു. അവർ രണ്ടുപേരും വൃദ്ധരായി. അപ്പോൾ വന്ധ്യത അനുഭവിക്കുന്ന പുരുഷനും സ്ത്രീയും, ഇത് പ്രത്യേകിച്ച് സഖറിയ ഒരു പുരോഹിതനും കൂടെ ദൈവത്തിൻ്റെ, അവരുടെ പേരിൽ ഏതാണ്ട് കുറ്റങ്ങളുണ്ട്, കടുത്ത കുറ്റമുണ്ട് അവരുടെ പേരിൽ. ഏതോ പാപം ഉണ്ട്, അത് നമ്മൾക്ക് മറ്റുള്ളവർക്ക് അറിയാൻ വയ്യ, അങ്ങനെ ഉണ്ട്. അതാണ് ജനത്തിൻ്റെ അന്നത്തെ ധാരണ. വന്ധ്യത വരുന്ന പല കാരണങ്ങളും കൊണ്ടാകാം, പക്ഷേ അവരുടെ ധാരണ ഇതാണ്. അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് കാണുന്നത് അതാണ്. പലയിടത്തും അങ്ങനെ കാണാൻ സാധിക്കും.
ഡു നോട്ട് ബി അഫ്രൈഡ്. അത് ഒരു ഞാൻ പറയാമല്ലോ പഴയ നിയമത്തിലുമൊക്കെ കൂടുതലും പറയുന്നതാണ്, കർത്താവിൻ്റെ കാലത്തും പറയുന്നുണ്ട്, യേശുവിൻ്റെ കാലത്തും. അപ്പോൾ ഒരു സ്വർഗീയ ദർശനമോ ശബ്ദമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ദൂതന്മാരുടെ അല്ല ദൈവത്തിൻ്റെ തന്നെയാണെങ്കിൽ ശബ്ദമാണ്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. യോശുവ 1:9 പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട. യോശുവയോട് പറയുന്നുണ്ട് യഹോവ. ഉൽപ്പത്തി 15:1 പറയുന്നുണ്ട്, ആരോടാ? അബ്രഹാത്തോടെ പറയുന്നുണ്ട്. പിന്നെ നിയമാവർത്തനം 10 അധ്യായത്തിൽ 12-19 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ പലയിടത്തും ലൂക്ക തന്നെ ഇതിപ്പം 30 വീണ്ടും പറയുന്നുണ്ട്, കന്യാമറിയത്തോടെ പറയുന്നുണ്ട് ഭയപ്പെടേണ്ടെന്ന്. പിന്നെ 2:10 പറയുന്നുണ്ട് അങ്ങനെ ഭയപ്പെടേണ്ട എന്നുള്ളത്. അപ്പോൾ സാധാരണ അത് സ്വർഗീയ ദർശനത്തിൽ അലൗകികമായ ഒരു വികാരം ഉണ്ടാകും. അതാണ് ഭയപ്പെടേണ്ട എന്ന് പറയാം മനുഷ്യർക്ക്. അത് പലതും നമ്മൾ പഴയ നിയമത്തിലൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നെ വിട്ടുപോകും, അല്ലെങ്കിൽ സമയം അങ്ങ് പോകും. അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. ദൂതനോട് പറ സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നത്. പ്രാർത്ഥന ഇതാണ്, ഒരു കുഞ്ഞിന് വേണ്ടി ഉള്ളതാണ്. നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു പുത്രൻ ജനിക്കും. എലിസബത്തിൽ ഒരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. യോഹന്നാൻ എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? യഹോവ ഹനാൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഒറ്റ വാക്ക്, 2 വാക്ക് ചേർന്നതാണ് ആ പേര് വരുന്നത്. യാഹ്വേ ഹനാൻ, അതാണ് യോഹനാൻ. യാഹ്വേ എന്ന് പറഞ്ഞാൽ ദൈവം കരുണ കാണിച്ച ഹനാൻ എന്ന് പറയുക കരുണ കാണിച്ച്. യഹോവ കാരുണ്യം കാണിച്ച്. എന്താ? മക്കളില്ലാതിരുന്നവർക്ക് മക്കളുണ്ടായി. അപ്പോൾ ദൈവം തന്നെ പറയണം അവന് യോഹനാൻ എന്ന് പേരിടണമെന്ന് പറയുന്നുണ്ട്. സക്കറിയ ഭയപ്പെടേണ്ട, നീ അവനെ യോഹനാൻ എന്ന് പേരിടണം. അപ്പം നിനക്ക് യോഹനാൻ കരുണ കാണിച്ച്, ദൈവം യാഹോവേ കരുണ കാണിച്ചു. എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. ജനങ്ങളെല്ലാം ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് അവൻ വീഞ്ഞോ ലഹരി വസ്തുക്കളോ ഒന്നും അവൻ കുടിക്കുകയില്ല. ജനങ്ങൾക്ക് ഒരുപാട് ജനങ്ങളിലെ സഹസ്രാബ്ദങ്ങൾക്ക് ജനസഹസ്രങ്ങൾക്ക് 10,000-കണക്കിന് ജനങ്ങൾക്ക് അവൻ ആനന്ദവും സന്തുഷ്ടിയും അവൻ പകരും, അവനെ കൊണ്ടുണ്ടാകും. അപ്പോൾ വീഞ്ഞു ലഹരി വസ്തുക്കളുമൊക്കെ ഉപയോഗിക്കാതെ അവൻ മറ്റുള്ളവർ കഴിക്കുന്ന ചില ആഹാരങ്ങൾ ഇതൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു വ്രതമുണ്ട്. പഴയ നിയമത്തിൽ ഇവിടെ പറയുന്നുണ്ട്. അതിന് നാസീർ വ്രതം എന്ന് പറയും. സംഖ്യയുടെ പുസ്തകം 6:3 പറയുന്നുണ്ട് നാസീർ വ്രതം എങ്ങനെ ആയിരിക്കണമെന്ന്. അവരെ പ്രത്യേകമായ ആഹാരങ്ങൾ, പിന്നെ വീഞ്ഞും ലഹരി വസ്തുക്കളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ഉപയോഗിക്കുകയില്ല. മുടികൾ മുറിക്കുകയില്ല. പിന്നെ അത് മലാക്കി 6:3 6:3 നാസീർ വ്രതത്തെ പറ്റി വിശദമായിട്ട് സംഖ്യാപുസ്തകം 6:3 പറയുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിനാൽ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അതായത് അപ്പോഴാണ് നമ്മൾ അങ്ങനെ സംഭവിച്ചു. കന്യാമറിയം തൻ്റെ കന്യാമറിയത്തിൻ്റെ ഇളയമ്മയാണ് എലിസബത്ത്, യോഹന്നാൻ്റെ പിതാവ് സക്കറിയയുടെ മാതാവ്, സക്കറിയയുടെ ഭാര്യ എലിസബത്ത്, പുരോഹിതൻ്റെ ഭാര്യ. അപ്പോൾ കന്യാമറിയത്തിൻ്റെ ഇളയമ്മയാണ്. അപ്പോൾ അവിടെ കന്യാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയായി അവിടെ ചെല്ലുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് അവൾ നിറയുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാം.
അപ്പോൾ ഞാൻ ഇതുകൊണ്ട് നിർത്തുന്നു. സമയം നമുക്ക് ഒരുപാട് കൂടുതലാകുന്നു. അപ്പോൾ നമുക്കിനിയും 16 മുതലുള്ള ആ വാക്യങ്ങൾ കൂടുതലായിട്ട് പിന്നീട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉപസംഹരിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് നിർത്താം. ഇത് ശ്രവിക്കുന്നവരിൽ എല്ലാവരിലും ദൈവം സമൃദ്ധത്തോടെ അനുഗ്രഹിക്കട്ടെ. സുവിശേഷത്തിൻ്റെ ഈ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള താല്പര്യം എല്ലാവരും കാണിക്കണം. കാരണം അതാണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകം, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്. നമ്മൾക്കെന്ന് പറഞ്ഞാൽ ആരും മതം മാറാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും അല്ല ക്രിസ്ത്യാനിയാകാനൊന്നും ഇത് അറിഞ്ഞിരിക്കണം. ദൈവം ഇതെന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അറിയണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആയിട്ടുള്ള പ്രത്യേക കൃപയുണ്ടെങ്കിലേ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോന്ന് കമൻറ്റുകൾ ഈ പലയിടത്തും യൂട്യൂബ് പലരും ഒക്കെ പല വിഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് പോലുള്ള കോമൺ സെൻസ് ഇല്ലാത്ത സാമാന്യ ബുദ്ധിയില്ലാത്ത വായിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ എഴുതി വിടുകയും പറയുകയും പുലമ്പുകയും ചെയ്യും. അപ്പോൾ അതിന് കുറച്ച് ഇതൊക്കെ കേട്ട് ദൈവവിചാരം മനസ്സിലുണ്ടായെങ്കിൽ എനിക്കറിയണം എന്നുള്ള ആ തൃഷ്ണ ഉണ്ടായെങ്കിലേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ബൈബിളിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുകയില്ല. നീചമായിട്ട് ജീവിക്കുന്നവർക്കും അത് നീചമായ ചിന്തയോടുകൂടി കഴിയുന്ന മറ്റുള്ളവരെ അധിക്ഷേപിക്കണം എന്ന് കഴിയുന്നവർക്കൊന്നും ഇത് വായിച്ചാൽ ഒരു പുല്ലും പിടി കിട്ടത്തില്ല, ഒരു വാക്ക് പോലും പിടി കിട്ടത്തില്ല. അല്ലാത്തവർക്ക് ഒരു വാക്കിൽ നിന്നൊരു പുസ്തകം എഴുതാൻ കിട്ടും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അവൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം എല്ലാവരിലും, പ്രേരണ എല്ലാവരിലും ഇത് കേൾക്കാനും അറിയാനും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, നന്ദി യേശുവേ, നന്ദി, നന്ദി, സ്തോത്രം. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെ രോഗികളെ എല്ലാം മനസ്സിൽ വിചാരിച്ച് നിങ്ങളെ ദൈവത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരിക. എന്നോട് പറഞ്ഞിട്ടുള്ളവരെയൊക്കെ ഞാൻ പലപ്പോഴും എൻ്റെ പ്രാർത്ഥനകളിലെല്ലാം ഒരു ദിവസം ഞാൻ പലപ്പോഴുമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞങ്ങൾ പറഞ്ഞ് അവരെ ഓർമ്മിച്ച് ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വീഡിയോയിൽ സമയം കളയാതെ ഞാനത് നിർത്തുകയാണ്. അതുകൊണ്ട് നിങ്ങളും അവരെയൊക്കെ സമർപ്പിച്ച് ഈ പ്രാർത്ഥന കുറച്ചുകൂടെ വിശദീകരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, നന്ദി, നന്ദി, സ്തോത്രം. ഞാനൊരു ഔട്ട്ലൈൻ തരുന്നു എന്നേ ഉള്ളൂ പ്രാർത്ഥനയുടെ. അതുകൊണ്ട് കർത്താവെ അവരെല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്ന രോഗബാധിത ഭാഗങ്ങൾ, അവരുടെ അവരുടെ വ്യക്തിത്വം എല്ലാം തന്നെ മാംസവും രക്തവും മജ്ജയും എല്ലാം അവിടുന്ന് വിശുദ്ധീകരിച്ച് ആദിയിലെ പോലെ അവിടുന്ന് വിശുദ്ധീകരിച്ച് അവിടുത്തെ ചൈതന്യം കൊണ്ട് നിറച്ച് അവരെ പരിപൂർണമായിട്ട് അവരെ സൗഖ്യപ്പെടുത്തി അവരെ പൂർണ്ണമായ ആരോഗ്യവാന്മാരാക്കി തീർക്കട്ടെ. അവരെ അത് തീരണമേ. അതുപോലുള്ള അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കുമാറാണമേ. ഞങ്ങൾ ആ പ്രത്യാശയിൽ ഞങ്ങൾ അങ്ങേ പിതാവേ, അവിടുത്തെ തിരുക്കുമാരനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ബലത്തിൽ അങ്ങയുടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയും സ്തോത്രവും ബലിയും അവിടുത്തേക്ക് ഞങ്ങളുടെ അധരബലിയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ.